തിരുവനന്തപുരം സ്വദേശിയായ വയോധികൻ ഇപ്പോൾ വെർച്വൽ അറസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോഴേ പേടിയാണ്. സൈബർ തട്ടിപ്പുകാരുടെ വലയിൽപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതാണ് 74-കാരൻ. തട്ടിപ്പുകാരുടെ ഭീഷണിക്ക് വഴങ്ങി പണം നിക്ഷേപിക്കാൻ ബാങ്കിലെത്തിയ ആ വയോധികൻ ഒന്നുറപ്പിച്ചിരുന്നു. സമ്പാദ്യം മുഴുവൻ നഷ്ടമായാൽ താൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്നാൽ ആത്മഹത്യയെന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ മനുഷ്യന് മുന്നിലേക്കാണ് ദൈവദൂതന്മാരായി ബാങ്ക് അധികൃതരും പോലീസും എത്തിയത്. ഡിസംബർ 17 രാവിലെ 10:30 വാട്സപ്പിലൂടെ ശ്രീവരാഹം സ്വദേശിക്ക് തട്ടിപ്പുകാരുടെ സന്ദേശം ലഭിച്ചത്. മുംബൈ കൊളാബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ കോൾ. ചില അനധികൃത പണമിടപാടുകൾ നടത്തിയതായി വിവരം ലഭിച്ചെന്നും അതിൽ ചിലരെ പിടികൂടിയതായും തട്ടിപ്പുകാർ അറിയിച്ചു. ഡിസംബർ 25 വരെ തട്ടിപ്പുകാർ അദ്ദേഹത്തോട് കേസ് സംബന്ധിച്ച വിവരങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. 26 മുതൽ ഇദ്ദേഹം പൂർണ്ണമായും വിർച്വലി അറസ്റ്റാണെന്ന് വിശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ADGP എന്ന പേരിൽ ഒരാൾ ബന്ധപ്പെടുകയും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും ആവശ്യപ്പെട്ടു. വീട്ടിൽ ഭാര്യയോട് പോലും ഇക്കാര്യങ്ങളെല്ലാം ഇത്രയും ദിവസം ഈ 74-കാരൻ മറച്ചുവെച്ചു. ഭയം മൂലം ഒന്നും സംസാരിക്കാനാകാത്ത അവസ്ഥ. ഭയന്ന് വിറച്ച വയോധികൻ പിറ്റേന്ന് രാവിലെ പണമയക്കാനായി ബാങ്ക് ഓഫ് ബറോഡയുടെ ഫോർട്ട് ശാഖയിൽ എത്തി. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പണം അയക്കാനായില്ല. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ ഒരു ബാങ്കിലേക്കാണ് പണം അയക്കേണ്ടിയിരുന്നത്. സംശയം തോന്നിയ ബാങ്ക് അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സൈബർ പോലീസ് എത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് സൈബർ പോലീസ് വിളിക്കുകയും ചെയ്തു. യഥാർത്ഥ പോലീസാണെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചതോടെ നമ്പർ ബ്ലോക്കായി. പിന്നാലെ തട്ടിപ്പുകാർ അയച്ച സന്ദേശങ്ങളെല്ലാം അപ്രത്യക്ഷമാകുകയും ചെയ്തു. താൻ ഇക്കാലം അത്രയും അധ്വാനിച്ച് സമ്പാദിച്ച പണമെല്ലാം നഷ്ടമായാൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് തീരുമാനിച്ച വയോധികൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ഏറെ സമയം വേണ്ടിവന്നു. കാര്യങ്ങൾ പറഞ്ഞ വയോധികനെ ബോധ്യപ്പെടുത്തിയ പോലീസ് അയാളെ സമാധാനിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം.